മലപ്പുറം മച്ചിങ്ങൽ സ്ഥാപിച്ച ബസ് വെയിറ്റിംഗ് ഷെഡ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചു. പോലീസിൽ പരാതി നൽകിയിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. മലപ്പുറം മച്ചിങ്ങൽ വർഷങ്ങളായി പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ബസ് വെയിറ്റിംഗ് ഷെഡിന് പകരമായി നിർമ്മിച്ച പുതിയ വെയിറ്റിംഗ് ഷെഡാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. ജൂൺ 21 രാത്രി 1 മണിയോടെയാണ് സംഭവം നടന്നത്. പുതിയതായി നിർമ്മിച്ച മീറ്റിംഗ് ഷെഡിൽ സീറ്റുകളടക്കം 90% പണി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനത്തിനു വേണ്ടി തുറന്നുകൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക മാറ്റിയാണ് ബസ് സ്റ്റോപ്പ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഇതിനിടയിലാണ് ബസ് സ്റ്റോപ്പ് വ്യാപകമായി നശിപ്പിച്ചത്. 21 രാത്രി ഒരു 1:30 മണിക്ക് ഞാൻ വീട്ടിൽ രാത്രി 1:30 മണിക്ക് ഇവിടെ ഈ ലല്ലാസ് വേറെ ഓണേഴ്സ് ഇവിടെ ബസ്സിൻ്റെ ഇടപാടിന് വേണ്ടിയിട്ട് അവർ വന്ന സമയത്ത് ഇവിടെ ഇത് പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു ഗുഡ്സ് ഓട്ടോയിൽ അതേപോലെ നിസാൻ വണ്ടിയിൽ ഇറ്റാച്ചൊക്കെ ആയിട്ടും വന്നിട്ട് അവർ പൊളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അനിയനും കൂടെയാണ്. അവൻ എന്നെ വിളിച്ചു, അതേപോലെ കൗൺസിലറിനും വിളിച്ചു. ഞങ്ങൾ രണ്ടാളും ആ സ്പോട്ടിൽ വന്നപ്പോൾ ഇവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തടഞ്ഞു, പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലായത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ സ്ഥലത്തിൻ്റെ പിറകിലുള്ള ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ പണി 99% പണി പൂർത്തിയായ ബസ് സ്റ്റോപ്പാണ്. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ വേറൊരു ബസ് സ്റ്റോപ്പില്ല. ആ ഉള്ള ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അപ്പോൾ വേറൊരു ബസ് സ്റ്റോപ്പ് അതിനകത്ത് ഉണ്ടാക്കിയിട്ട് ഇത് പൊളിക്കണമെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് തടസ്സമാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഞങ്ങൾ 21 രാത്രി 1:30 മണിക്ക് 1:50 മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ആ പരാതിക്കാരൻ ഒന്ന് അക്ബർ അലി എന്ന് പറഞ്ഞ ഞാനും വാർഡ് കൗൺസിലറും ഞങ്ങൾ രണ്ടാളും പേര് വെച്ചിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. ഈ നിമിഷം വരെ ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചു. ഞാൻ അങ്ങോട്ട് വിളിച്ച് ബന്ധപ്പെട്ടു. കാരണം ഇദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠനും കൂടെയാണ്. ഇവർ CPI ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇവർ പരാതി കൊടുത്തു. ഇവരെ വിളിച്ചിട്ട് അവരെന്ത് ചെയ്തു, ആ സ്ഥലത്ത് ആളുകളുണ്ടായിരുന്നു, അവരോട് പറഞ്ഞു ഇത് പൊതു മുതലല്ല, അവരുണ്ടാക്കി അവർ പൊളിച്ചു. അപ്പോൾ അതുകൊണ്ട് പരാതി തീർന്നു പറഞ്ഞാൽ എഴുതി ഒപ്പിടുന്ന പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അതിൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റ് പരാതിക്കാരായിട്ടല്ല ഞങ്ങൾ ഇതുവരെ ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെയല്ലല്ലോ ചെല്ലണ്ടേ? കാരണം ഞങ്ങളൊക്കെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. നാട്ടിലൊരു പൊതുവായിട്ടുള്ളൊരു വിഷയമാണ്. ഇതിൽ മറ്റ് രാഷ്ട്രീയം ഒന്നും കലർത്തിയിട്ടല്ല. നമ്മുടെ നാടിന് ഒരു ലോകമാണ്. ഒരു ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ എല്ലാ നാട്ടിലുള്ളതാണ്. ഇതേപോലെ എല്ലാ അങ്ങാടിയിലും ഈ തുരുപ്പടി വേൽമുറി മുനിസിപ്പൽ ചെയർമാൻ നിരന്തരം ഈ റോട്ടിലൂടെയാണ് പോകുന്നത്. ഇത് കാണുന്നതാണ്. പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. പോലീസ് മറ്റ് ഉദ്യോഗസ്ഥരും പ്രശ്നത്തെ ഗൗരവമായി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കാര്യങ്ങൾ അറിയാം. അപ്പോൾ CI പറഞ്ഞു ഇത് പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല. അവർ അവരുണ്ടാക്കി ഞാൻ പറഞ്ഞു MLA ഫണ്ടാണെങ്കിൽ ഉണ്ടാക്കിയത് അവർ പൊളിക്കാൻ പാടില്ലല്ലോ. അവരുണ്ടാക്കി അവർ പൊളിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഞങ്ങളതിനെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയായിട്ട് കാണുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിന് മുന്നേ ആരും പരാതി നൽകിയിട്ടില്ല. അങ്ങനത്തെ ഒരു അറിവുകളും ഇവിടെ വന്നിട്ടില്ല. ഈ സ്ഥാപിക്കുന്നതിന് ആർക്കും ആക്ഷേപങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ പരാതി കൊടുത്തതിൽ ഒരു ഗൂഢാലോചന, ഒരു അബറ്റ്മെൻറ്റ് ഇതൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ടില്ല. പക്ഷേ ബസ് സ്റ്റോപ്പ് നശിപ്പിച്ചതിനെതിരെ കർശന നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും പ്രതിഷേധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി.